പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മേരി ചേച്ചി വേദയും കുട്ടിക്കൊണ്ട് തേയില നുള്ളാനായിട്ട് പോകുന്നു. വർഗീസ് ഏട്ടൻ വിക്രമിനെ വിളിച്ച് ജോലിക്കായിട്ട് പോകുന്നു. അങ്ങനെ വേദ വേഗം തന്നെ ജോലിയൊക്കെ പഠിച്ചത് കാണുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ പറയാം, ആഹാ എന്തായാലും കൊള്ളാലോ, പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ പഠിച്ചല്ലോ, മേരിയുടെ ട്രെയിനിങ് അല്ലേ, പിന്നെ എങ്ങനെ മോശമാവുന്നത്. അപ്പോൾ മേരി പറയാം, ദേ നീ എല്ലാം കൂടി എന്നെ കണ്ണു വെക്കല്ലേ. അപ്പോൾ ഈ സമയം അവിടുത്തെ മാനേജർ അവിടെ നിന്ന് വേദയെ നോക്കുന്ന കാണുമ്പോൾ ഒരു ജോലിക്കാരി പറയുന്നുണ്ട്, ദേ നോക്കേ ഒരു കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടില്ല. അപ്പോൾ മേരി ചേച്ചി പറയുന്നുണ്ട്, നീ ആരെയാ ഊങ്ങുന്നത് എനിക്കറിയാം, അതൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. ഇത് കേട്ടിട്ട് ആ സ്ത്രീ പറയാണ്, ഞാൻ ആ കുറുക്കൻ്റെ കാര്യമാണ് പറഞ്ഞത്, കുറുക്കൻ എപ്പോഴും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക, സൂക്ഷിച്ചാൽ കൊള്ളാം. അപ്പോൾ മേരി ചേച്ചി പറയാം, അതെ ഞാൻ നോക്കിക്കൊള്ളാം. രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോഴേ അവൻ്റെ സൂക്കേടെല്ലാം അങ്ങ് മാറും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അങ്ങനെ മാനേജർ ജോലിക്കാരുടെ അടുത്തേക്ക് വരുമ്പോൾ മേരി ചേച്ചി ചോദിക്കുക, അല്ല ഇതൊന്നും പതിവുള്ളതല്ലോ, ഇപ്പോൾ പതിവില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്തിനാ സാർ ഇപ്പം ഇങ്ങോട്ട് വന്നത്? മാനേജർ പറയാം, അതെന്താ മേരി എനിക്കിങ്ങോട്ട് വന്നൂടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ. അപ്പോൾ മേരി പറയാം, അതുകൊണ്ടല്ല സാറേ, പതിവില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിപ്പോയതാ. അപ്പോൾ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ് മാനേജർ. ഇത് കണ്ടിട്ട് മേരി പറയുകയാണ്, സാറേ സാർ അങ്ങ് പൊക്കൂടെ, സാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാലേ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. ഇത് കേൾക്കുമ്പോൾ ജോസ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മേരി വേദയുടെ അരികിലേക്ക് വന്നിട്ട് പറയാണ്, ഇതാകെ പ്രശ്നമാവുമല്ലോ, അവനിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണല്ലോ. അപ്പോൾ വേദ പറയാം, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇതൊന്നും നമ്മുടെ അടുത്ത് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് വേദ ചിരിക്കുകയാണ്. അങ്ങനെ വിക്രവും വർഗീസേട്ടനും ജോലി ചെയ്യുന്നു. പള്ളിയിലച്ഛനാണെങ്കിൽ അനിക്കുട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനിക്കുട്ടൻ്റെ തലയിൽ കുരിശൊക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അച്ഛൻ വിക്രമിൻ്റെയും വർഗീസേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം, ഇനി പണി നിർത്താം, വല്ലതും കഴിച്ചിട്ടാവാം ബാക്കിയുള്ള പണി, അപ്പവും മുട്ടക്കറിയും ഉണ്ട്. അങ്ങനെ വിക്രവും വർഗീസേട്ടനും കയറി വരുമ്പോൾ അച്ഛൻ പറയുകയാണ്, വിക്രം ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, ഡോക്ടർ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണാം, അതാ നല്ലത്. ഡോക്ടറിൻ്റെ ചികിത്സയും എൻ്റെ പ്രാർത്ഥനയും കൂടെ ആവുമ്പോൾ അനിക്കുട്ടൻ നേരെയാവും. ഇത് കേട്ടിട്ട് വിക്രം പറയാണ്, അത് വേണ്ടച്ചോ, ഇപ്പോൾ എന്തായാലും പുറത്തോട്ട് പോകുന്നില്ല, അത് ശരിയാവില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, അത് സാരമില്ല, നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് വരുന്നു. വിക്രം വേണ്ടച്ചാ, ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തയില്ല, പുറത്തോട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല എന്ന് പറയുമ്പോൾ അച്ഛനും എങ്കിൽ പിന്നെ വിക്രമിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് വർഗീസിനോട് പറയാണ്, വർഗീസെ എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം, അവരൊരു നിഴലിനെ പേടിക്കുന്നുണ്ട്, അത് അവരുടെ പുറകെ തന്നെയുണ്ട്, അവരെ എല്ലാത്തിൽ നിന്ന് നീ സംരക്ഷിക്കണം, എപ്പോഴും അവരുടെ മേലൊരു കണ്ണുണ്ടാവണമെന്ന് അച്ഛൻ വർഗീസിനോട് പറയുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയും മേരി ചേച്ചി എല്ലാവരോടും ആഹാരം കഴിക്കുന്ന സമയത്ത് വേദ കുറേ കറികൾ കൊണ്ടുവന്നത് കാണുമ്പോൾ കൂടിയിരിക്കുന്നവരെല്ലാം കറി ചോദിച്ചു മേടിക്കുന്നു. എന്നിട്ട് പറയാം, ഇതിപ്പോൾ 2 കറി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ മേരി പറയാം, അത് പിന്നെ നിന്നെ പോലെയല്ല, ആ വേദയുടെ ഭർത്താവാ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ കൂടിയിരിക്കുന്നവർ പറയുകയാണ്, കറിക്കൊക്കെ നല്ല സ്വാദും ഉണ്ടല്ലോ. അങ്ങനെ വേദ ചോറുണ്ടിട്ട് കൈ എഴുതുന്ന സമയത്ത് ഒരു സ്ത്രീ പറയുകയാണ്, ദേ ഇത് പഞ്ചായത്തിൽ നിന്ന് തന്നതാ, ഇത് ഫില്ല് ചെയ്ത് എവിടോ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങ് മറന്നുപോയി. ഇത് കണ്ടിട്ട് വേദ അത് വാങ്ങിച്ചു നോക്കിയിട്ട്, ഇത് ഞാൻ ഫില്ല് ചെയ്ത് തരാം, എന്നിട്ട് അക്ഷയ കൊടുത്താൽ മതി, വേറെ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഈ സമയം മാനേജർ അവിടേക്ക് വന്നിട്ട്, ദാ ഈ എഗ്രിമെൻറ്റിൽ ഒന്ന് സൈൻ ചെയ്ത് തരണം. വേദ അത് വായിച്ചു നോക്കിയിട്ട് മാനേജറെ ഒന്ന് നോക്കുന്നു. അപ്പം മാനേജർ പറയാം, എഴുത്തും വായന അറിയാത്തോണ്ടല്ലേ നീ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്, പിന്നെന്തിനാ ഇങ്ങനെ വായിച്ചു നോക്കാൻ നിൽക്കുന്നത്, പെട്ടെന്ന് സൈൻ ചെയ്തതാ, സൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലേ വിരൽ പതിച്ചാൽ മതി. അപ്പോൾ വേദ പറയുകയാണ്, സൈൻ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുത്തു വിടുന്നു. അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വേദ മേരി ചേച്ചിയോട്, അല്ല നിങ്ങൾക്ക് എത്ര ശമ്പളം എന്ന് ചോദിക്കുമ്പോൾ 350. അപ്പോൾ എനിക്ക് 350 അല്ലേ. അപ്പോൾ മേരി ചേച്ചി പറയാം, എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേദ പറയാം, അതൊക്കെ ഞാൻ വഴിയേ പറയാം. അങ്ങനെ രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേദ വിക്രമിനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ വിക്രം ചോദിക്കുക, ആ മാനേജർക്ക് അത്ര ബുദ്ധിയില്ലേ, നിന്നെ കണ്ടാൽ എന്തായാലും ഒരു ശാലിന് സുന്ദരി പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ വേദ പറയുകയാണ്, അത് സുന്ദരിയാണെന്ന് പറയും, പക്ഷേ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ പെരുമാറുന്ന അനുസരിച്ചല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നത്, ഞാൻ അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല. അപ്പോൾ വിക്രം പറയാം, എന്തായാലും ഒരു മണ്ടൻ, അതെല്ലാം വിശ്വസിച്ചല്ലോ. അപ്പോൾ വേദ പറയുകയാണ്, മേരി ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ പഠിപ്പുണ്ടെന്ന് പറയാഞ്ഞത്, പക്ഷേ അത് വായിച്ചു നോക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായത്, അതിലെഴുതിയേക്കുന്നതിനാൽ കുറവ് ശമ്പളമാണ് ഇവർക്ക് കൊടുക്കുന്നത്, അത് മാത്രമല്ല ബാക്കി ഇത്രയും പണം ആ മാനേജർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി എന്താ പ്ലാൻ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ പറയാം, ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല, അവർക്ക് നീതി വാങ്ങി കൊടുക്കണ്ടേ. അപ്പോൾ വിക്രം പറയാണ്, നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, എന്തായാലും 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ട പോലെ തീരുമാനിക്കാം. ഇപ്പം തൽക്കാലം നീ ഇത് ആരോടും പറഞ്ഞ് പ്രശ്നമാക്കണ്ട, വന്ന ഉടനെ തന്നെ പ്രശ്നമാക്കി എന്തിനാ ഓരോന്ന് പറയുന്നത്, എന്തായാലും 2-3 ദിവസം കഴിയട്ടെ. അവരെ സഹായിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനൊക്കെ സമയമുണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്.
അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ വാസവനെ വിളിച്ചു വരുത്തിയാണ്. ശ്രീനിവാസൻ പറയുകയാണ്, ദാ ഈ സിഗരറ്റ് ഒന്ന് എടുക്ക്. അപ്പോൾ വാസവൻ, വേണ്ട, എനിക്കിപ്പോൾ ഹരം എൻ്റെ മകൻ്റെ റൂമിലിരിക്കുന്നതാണ്, അവൻ എഴുതിയ ഓരോ കവിതകളും. അങ്ങനെ അവൻ്റെ റൂമിലിരിക്കുമ്പോൾ കിട്ടുന്ന ലഹരിയൊന്നും വേറെ ഒന്നിലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ശ്രീനിവാസൻ പറയാം, അതൊക്കെ എനിക്ക് മനസ്സിലാവും, എന്തായാലും നാളെ റിസൾട്ട് വരുമല്ലോ, റിസൾട്ട് വരുന്നതിന് മുൻപ് നമ്മൾ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തുന്നത് ആരും അറിയണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ വാസവൻ പറയാം, അതെന്തായാലും നന്നായി, ഇനി നമ്മൾ തമ്മിൽ പോരാന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ ശ്രീനിവാസൻ പറയാം, എന്തായാലും നേരത്തെ ഒരു കൺഗ്രാജുലേഷൻ പറയാം, നിങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ വാസവൻ പറയാണ്, എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ചിന്തയേ ഇല്ല. അപ്പോൾ ശ്രീനിവാസൻ, അതൊക്കെ എനിക്കറിയാം, ഇന്ന് ഞാനൊരു കൺഗ്രാജിൻ്റെ കൂടെ വേറൊരു സർപ്രൈസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേപ്പർ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയാണ്. ഇതെല്ലാം പുള്ളിക്കനെ വിളിച്ചിരിക്കുന്ന കോളിൻ്റെ ലിസ്റ്റാണ്. ഇതിൽ ശ്രീകാന്തിനെയാണ് പുള്ളിക്കൻ കുറേ വിളിച്ചിട്ടുള്ളത്. പുള്ളിക്കൻ മരിക്കുന്നതിന് തലേന്നും ശ്രീകാന്ത് വിളിച്ചു. അതിനുശേഷം വേറൊരു നമ്പറിൽ നിന്നാണ് സ്ഥിരം കോൾ വന്നത്. ആ നമ്പറാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോൾ വരെ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ വാസവൻ ചോദിക്കുകയാണ്, അതിനർത്ഥം ശ്രീകാന്ത് എന്തെങ്കിലും ചെയ്തെന്നാണോ? അപ്പോൾ ശ്രീനിവാസൻ പറയാം, പിന്നെ അവനെ തന്നെ സംശയിക്കണം. അപ്പോൾ വാസവൻ പറയാം, അത് ശരിയാ, ശ്രീകാന്ത് എന്തിനാ അന്ന് പുള്ളിക്കനെ വിളിച്ചിട്ട് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? അത് നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ. എങ്കിൽ ഇപ്പം തന്നെ അവനെ പൊക്കിയാലോ? അപ്പോൾ ശ്രീനിവാസൻ പറയാം, ഇപ്പോൾ വേണ്ട, എന്തായാലും അവൻ്റെ വീട്ടിൽ പോയൊന്നും പൊക്കണ്ട. അവൻ്റെ അമ്മായിപ്പനുമായിട്ട് ഒന്ന് കൂടിയിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് പോകുമല്ലോ, വഴിയിൽ വെച്ച് നമുക്ക് തടഞ്ഞു നിർത്തി അവനെ പൊക്കാം. എന്നിട്ട് അവനിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം അറിയണം. അപ്പോൾ വാസവനും അങ്ങനെ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ രാത്രിയിൽ ശ്രീകാന്ത് വരുന്ന സമയം നോക്കി അവർ ശ്രീകാന്തിൻ്റെ കാറ് തടയുകയാണ്. അങ്ങനെ ദേഷ്യത്തിൽ ശ്രീനിവാസൻ പറയുകയാണ്, ഇറങ്ങടാ, പുറത്തേക്ക് ഇറങ്ങ്. അപ്പോൾ വാസവൻ, പെട്ടെന്ന് തന്നെ ഇറങ്ങടാ. അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രീകാന്ത് ചോദിക്കുക, എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടത്, എന്താ പ്രശ്നം? അപ്പോൾ പ്രശ്നമൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ ശ്രീകാന്ത് ഇറങ്ങി വരുമ്പോൾ കാര്യം അന്വേഷിക്കുന്നു. നീയല്ലേ പുള്ളിക്കനെ അവസാനമായിട്ട് വിളിച്ചത്? നീ എന്തിനാ പുള്ളിക്കനുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നത്? എന്താ നിനക്ക് അവനുമായിട്ടൊരു ബന്ധം? എന്താ നിങ്ങൾ സംസാരിച്ചിരുന്നത്? നീ ആ പുള്ളിക്കനെ കൊന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ നടന്ന സത്യമല്ല നീ ഇപ്പോൾ പറയണം, എന്താന്ന് വെച്ചാൽ പറയടാ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് ഒരു കൂസലുമില്ലാതെ പറയുകയാണ്, എന്ത് പറയാൻ, നാളെ ചിലപ്പോൾ നിങ്ങൾ MLA ആവും. MLA അല്ലേ ആവുന്നുള്ളൂ, പോലീസൊന്നും ആവുന്നില്ലല്ലോ. ഞാൻ എന്തിനു പുള്ളിക്കനെ വിളിച്ചു എന്നും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വേണ്ടപ്പെട്ടവരോട് പറയാം. അതായത് പോലീസുകാർ ചോദിക്കുമ്പം പറയാം, അല്ലാതെ നിങ്ങൾക്ക് അതിനുള്ള അധികാരമൊന്നുമില്ലല്ലോ, പോലീസൊന്നും ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെടുമ്പോൾ വാസവൻ ശ്രീകാന്തിൻ്റെ കോളറിൽ കുത്തിപ്പിടിക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.